ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടെറർ എക്സ്പ്രഷൻ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു ടോപ്പിക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ആരാണ് നിങ്ങളുടെ ട്രൂ ലവ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു ട്രൂ ലവിന്റെ വൈബ്രേഷൻ എന്താണ്, ആ ഒരു പേഴ്സൺ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച്. അതായത് നമ്മളിപ്പം നിങ്ങളുടെ പാർട്ട്ണർ ആരാണ് എന്ന് നോക്കില്ലേ, അതുപോലത്തെ വൈബ്രേഷൻ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ചേരേണ്ട, നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ട വ്യക്തിയുടെ വൈബ്രേഷൻ എന്താണ് എന്ന് നമ്മൾ നോക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ട്രൂ ലവ് ആരാണ്? ചിലപ്പോൾ ആ ഒരു ട്രൂ ലവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ജീവിത പങ്കാളിയാക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, ആ ഒരു ഇപ്പൊ നമ്മൾ മാരേജ് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിരിക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ വരുന്ന വൈബ്രേഷനേക്കാൾ നിങ്ങളുടെ ട്രൂ ലവ് ആരായിരിക്കും, എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ വൈബ്രേഷൻ എന്തായിരിക്കും എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് പൈലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പൈലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് സ്റ്റോണും ഈ ഒരു റെഡ് സ്റ്റോണും. ഈ രണ്ട് സ്റ്റോണിന്റെയും പേര് നിങ്ങൾക്ക് അറിയായിരിക്കാം. ബ്ലാക്ക് ടെർമലിനും കാർണേലിനും ആണ്. ഇത് നമ്മളൊരു അക്സസറീസ് മോഡിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മുടെ കയ്യിലിടാവുന്നതാണ്. നമുക്ക് പ്രൊട്ടക്ഷനും നൽകും, അതുപോലെ തന്നെ നമുക്ക് ലവ് അട്രാക്ഷനും ഈ ഒരു കട അല്ലെങ്കിൽ ഒരു വള പോലത്തെ ഈ ഒരു മോഡല് നമുക്ക് നൽകും. കുറച്ചും കൂടി നമ്മൾ എന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ബ്രേസ്ലെറ്റ് അല്ലാതെ വേറൊരു രീതിയിൽ ആണ് നമ്മൾ നോക്കിയത്. അപ്പം ഇത് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോൺസ് ആൻഡ് എലഗൻസ് എന്ന സൈറ്റിൽ പോകാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ലവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഓവറോൾ നമുക്ക് പ്രൊട്ടക്ഷനും കോൺഫിഡൻസും, അതുപോലെ തന്നെ നല്ല സോൾമേറ്റ്സ്, അല്ലെങ്കിൽ നമ്മളോട് ആൾക്കാർക്ക് അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ റൂട്ട് ചക്ര ബാലൻസ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോൺസ്, ഈ രണ്ട് കോമ്പിനേഷൻ ഓഫ് സ്റ്റോൺസ് ഉപയോഗിക്കുന്നത്. സോ നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ലവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് വന്നു ചേരുന്ന റിലേഷൻഷിപ്പ് ഡിസ്ട്രോയ് ആയി പോകാതിരിക്കാനൊക്കെ ഇത് സഹായിക്കും. ബിക്കോസ് അട്രാക്ഷൻ പ്ലസ് പ്രൊട്ടക്ഷൻ കോംബോ ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങളുടെ ഹാർട്ട് ചക്ര സെക്കൻഡ് പൈലാണെങ്കിൽ ഞാനിവിടെ ഒത്തിരി ആൾക്കാർ അവെഞ്ചുറിൻ സ്റ്റോണിന് പോകുന്നുണ്ട്. അപ്പം അവെഞ്ചുറിന്റെ ഒരു മോഡേൺ വേർഷൻ ആണിത്. ഇത് അവെഞ്ചുറിൻ സ്റ്റോൺസ് ആണ് ഈ വെച്ചിട്ടുള്ളത്. ആൻഡ് ഇത് നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ടുള്ളത്, ഇത് പെട്ടെന്ന് പോകത്തില്ല, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഈ അവെഞ്ചുറിൻ സ്റ്റോൺ നമ്മുടെ ഹാർട്ട് ചക്ര ക്ലെൻസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇൻബോൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, കുഞ്ഞു പ്രശ്നങ്ങൾ അത് ഇല്ലാണ്ടാക്കും. അല്ലെങ്കിൽ തുടക്കത്തിലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ അത് കുറച്ച് മാറ്റാൻ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് കരിയറിൽ അച്ചീവ്മെന്റ്സ് തരാൻ അവെഞ്ചുറിന് ഒത്തിരി സഹായിക്കും. അതുപോലെ തന്നെ വെൽത്ത്, ഗ്രീനും യെല്ലോയുമാണ് വെൽത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ വെൽത്ത് ബ്രേസ്ലെറ്റ് ഇടുന്നതിനേക്കാളും നമ്മൾ ഈ സ്റ്റോൺ പോലെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും. ബ്രേസ്ലെറ്റിന് ഉണ്ടാകില്ല എന്നതല്ല, പക്ഷെ സ്റ്റോൺസ് ആയിട്ട് നമ്മൾ ഇടുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഓക്കെ, ആൻഡ് ഈ സ്റ്റോൺസ് എല്ലാം നമ്മുടെ ശരീരത്തോട് ചേർന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ബാക്ക് എല്ലാം പൊള്ളയായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണെങ്കിലും അങ്ങനെയാണ്. ആൻഡ് ഓൾറെഡി നമുക്ക് ജ്വല്ലറീസ് ആയിട്ട് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. സ്റ്റോൺസ് ആൻഡ് എലഗൻസ് എന്ന പേജിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒത്തിരി ആൾക്കാർ ഗിഫ്റ്റ് പർപ്പസിനൊക്കെ ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചത്. സോ താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്, 5-10 പീസുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ. നിങ്ങളുടെ പേഴ്സന്റെ എനർജി കണക്ട് ചെയ്യുക, കണ്ണടച്ച് പ്രാർത്ഥിക്കുക. നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ട്രൂ ലവ് ആരാണ് എന്ന് നിങ്ങൾ യൂണിവേഴ്സ് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യട്ടെ. ഇതിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടട്ടെ. സോ റീഡിങ്ങിലേക്ക് പോവാം. ഹായ് ഗൈസ്, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പൈലായിട്ടുള്ള നമ്മുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ബാങ്കിളാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ കട ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആരാണ് നിങ്ങളുടെ ട്രൂ മേറ്റ് അല്ലെങ്കിൽ ട്രൂ പാർട്ട്ണർ? അവരുടെ വൈബ്രേഷൻ എന്താണ് ടുവേർഡ്സ് യു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. Angels please guide us. Angels please guide us. The Empress. Okay, 10 of Wands, Queen of Pentacles, and 6 of Wands. Okay, 9 of Cups ആണ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ കിട്ടിയിട്ടുള്ളത്.
ഈ ഒരു പേഴ്സൺ വളരെയധികം നർച്ചറിങ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. നിങ്ങൾക്ക് വളരെയധികം കരുതൽ തരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും എന്ന് കാണുന്നത്. അല്ലെങ്കിൽ കണ്ടോ, ആദ്യം തന്നെ നമുക്ക് എംപ്രസ്, അതായത് ഒരു അമ്മയുടെ എനർജി, അല്ലെങ്കിൽ നമ്മൾ ടോട്ടലി ബ്രോക്കൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഹീൽ ചെയ്യാൻ വരുന്ന പോലത്തെ ഒരു എനർജി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആരും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് താങ്ങായിട്ട് വരുന്ന ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത്. ആൻഡ് പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ചാലും നിങ്ങളുടെ കണക്ഷനിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇത് ഫൈനലൈസ് ചെയ്തൊരു വിവാഹത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന കൈൻഡ് ഓഫ് എനർജി. ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും 10 of Wands രണ്ട് ദിശയിലേക്ക് സഞ്ചരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ആയി നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന പോലത്തെ ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. അതുപോലെ എനിക്ക് സജിറ്റേറിയസ്, വെർഗോ, ടോറസിന്റെ എനർജി, സോഡിയാക് സൈൻ, അതിന്റെ എനർജി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവർ ഈ ഒരു സോഡിയാക് സൈനിലുള്ള ആൾക്കാരായിരിക്കാം. ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ റിച്ച് ആയിരിക്കാം, അബണ്ടന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അതോറിറ്റി അവരുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കാം അവരുടേത്. അതായത് ഭരണം കയ്യിലുണ്ടാകുന്ന, അല്ലെങ്കിൽ എവിടെ ചെന്നാലും ഒരു ഫെയിം കയ്യിലുണ്ടാകുന്ന, അല്ലെങ്കിൽ ഇച്ചിരി ഒരു തല ഉയർത്തി നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും അങ്ങനത്തെ ഒരു എനർജി ആയിരിക്കും. ആൻഡ് നിങ്ങളുടെ പേഴ്സണ് ഒരു ഫെമിനിൻ വൈബ്രേഷൻ വളരെയധികം കൂടുതലാണ്. അതായത് അവരാണ് കൂടുതൽ കൺസേൺ, അവരാണ് നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ മാറ്റിയെടുക്കാനുള്ള കഴിവുണ്ട്. ബട്ട് അവരെന്ന് പറയുന്നത് ഒരു എംപറർ എനർജിയിൽ നിൽക്കുന്നുണ്ട്. അതായത് അവർക്ക് എല്ലാം കൺട്രോൾ ചെയ്യാനും അറിയാം, എല്ലാം കണക്ട് ചെയ്യാനും അറിയാം, എല്ലാം കെയർ ചെയ്യാനും അറിയാം. അവർക്ക് ഫെയിമും ഉണ്ട്, ബാലൻസും ഉണ്ട്. ആൻഡ് മേ ബി അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിസ്റ്റന്റ് ആയിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഒരു കൈൻഡ് ഓഫ് വൈബ്രേഷൻ ആണ്. ആൻഡ് ബിക്കോസ് ഓഫ് ഒന്നുകിൽ നിങ്ങൾ ഡിസ്റ്റന്റ് ആയിട്ടായിരിക്കും നിൽക്കുന്ന, ഓഫൺ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഇല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വേർപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ലോട്ട് ഓഫ് മെമ്മറീസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കാത്ത ഒരു ഡിറ്റാച്ച്ഡ് മൊമെന്റ്, അല്ലെങ്കിൽ ആ ഒരു പെയിൻ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടെ ആയിരിക്കും അനുഭവിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് എനിക്ക് ഈ ഒരു പേഴ്സൺ മേ ബി ഭയങ്കര ട്രാവലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ആകുന്ന, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കാം ഇയാളുടെ മെയിൻ ഒക്കുപ്പേഷൻ. ഹി ഓർ ഷീ ഒരു ബിസിനസ് മേഖലയ്ക്ക്, ഒരു ഓണ്ടർപ്രണർഷിപ്പിലായിരിക്കാം അവർ താല്പര്യപ്പെടുന്നത്. അല്ലാതെ ഒരു വ്യക്തിയുടെ അടിമയായിട്ട് കിടക്കാൻ അവർക്ക് താല്പര്യമുണ്ടാവില്ല. മേ ബി ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളൊരു 9 to 5 ജോബിലായിരിക്കും അവരെ പ്രഷറൈസ് ചെയ്യുക, പക്ഷെ അവർക്ക് ആ ഒരു 9 to 5 ജോബിന് സാധിക്കില്ല. അവരൊരു ബിസിനസ് മേഖലയിൽ പോകാൻ, ഒരു ലക്ഷറിയസ് ലൈഫ് ലീഡ് ചെയ്യാൻ ആയിരിക്കും താല്പര്യപ്പെടുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ബിസിനസ് ആണ് നമുക്ക് ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് തരുന്നത്. ഒരു 9 to 5 ജോബും നമുക്ക് ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് തരില്ല. അത് നമ്മളെപ്പോഴും കൺജസ്റ്റഡ് ആക്കത്തേ ഉള്ളൂ. ബിക്കോസ് നമുക്ക് ആ ഒരു മാസം കിട്ടുന്ന ആ ഒരു വരുമാനത്തിനുള്ളിൽ നമ്മൾ ആ ഒരു മാസം കഴിച്ചു കൂട്ടണം എന്ന കൈൻഡ് ഓഫ് മോഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഓക്കെ, പക്ഷെ മേ ബി അതൊരു സേഫ് ആയിട്ടുള്ള ഇതായിരിക്കാം. നമ്മൾക്ക് എല്ലാ മാസവും ആ ഒരു എമൗണ്ട് കിട്ടുമല്ലോ എന്ന ഒരു ഇതിലുണ്ടായിരിക്കാം. പക്ഷെ എല്ലാ മാസവും കിട്ടുന്ന ആ ഒരു എമൗണ്ടിൽ നമ്മൾ റെസ്ട്രിക്റ്റ് ആവുന്നതിനേക്കാൾ നമ്മൾ സ്വന്തമായ ഒരു സംരംഭം തുടങ്ങി അതിനകത്ത് നിന്ന്, ശരിയാണ് അതിന്റെ ബ്ലീഡിങ് പീരീഡും റിസ്ക്സും ഹൈ ആയിരിക്കും, പക്ഷെ ഈ ഒരു പേഴ്സന്റെ ആ ഒരു ചിന്ത വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആ ഒരു ലക്ഷറിയിലേക്ക് തിരിയാനാണ് എപ്പോഴും താല്പര്യപ്പെടുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സൺ എപ്പോഴും ലക്ഷറീസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വസ്ത്രം ധരിക്കാൻ, അല്ലെങ്കിൽ മോഡേൺ കൈൻഡ് ഓഫ് വസ്ത്രം ധരിക്കാൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരുങ്ങി നടക്കുന്ന ഫീമെയിൽസിനോട് അല്ലെങ്കിൽ മെയിൽസിനോട് ഈ ഒരു പേഴ്സൺ വളരെയധികം അട്രാക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ തൻ്റെ ബോഡി ഫിറ്റ് ആക്കി വെക്കുന്നതിനോട്, അല്ലെങ്കിൽ ആസ്തറ്റിക്കൽ ബ്യൂട്ടി അനുഭവിക്കുന്നതിനോട്, അല്ലെങ്കിൽ മറ്റൊരാൾ കാണുമ്പോൾ യെസ് ഗുഡ് ലുക്കിംഗ് ആണല്ലോ എന്ന ആ ഒരു കൺസെപ്റ്റ് വെക്കാൻ, മെലിഞ്ഞിരിക്കാൻ, അങ്ങനത്തെ ഒക്കെ രീതിയിൽ, അതായത് ഒത്തിരി എന്താണ് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. ആ ഒരു പേഴ്സൺ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് നിങ്ങളും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഒത്തിരി മേക്കപ്പ് വാരി വലിച്ചിടണം എന്നല്ല, ബട്ട് നിങ്ങൾക്കുള്ള ആ ഒരു എന്താണ് ഒരു ബ്യൂട്ടി, ആ ബ്യൂട്ടിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, അതിനെ നശിപ്പിക്കാതെ കൊണ്ടുപോകണം എന്നൊരു രീതിയിൽ, അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു ഗുഡ് ലുക്കിംഗ് അപ്പിയറൻസിൽ വരണം എന്നൊരു രീതിയിൽ താല്പര്യപ്പെടുന്ന ആളായിരിക്കാം. സോ ഈ ഒരു പേഴ്സണ് പെർഫ്യൂംസ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ഗുഡ് സ്മെൽ ഈ ഒരു പേഴ്സന്റെ അടുത്ത് നിന്ന് വരണം, അല്ലെങ്കിൽ നിങ്ങൾ മേ ബി നല്ല രീതിയിൽ എന്താണ് നല്ല പെർഫ്യൂംസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്ന ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത്സ്, അല്ലെങ്കിൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കാം.
ആൻഡ് ഫോർ യു ഗൈസ്, നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഒരു ലൈം ലൈറ്റിന്റെ അകത്ത് വരുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആണ് അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട് അവസാനത്തെ കാർഡിൽ. സോ മേ ബി എന്റർപ്രണർഷിപ്പ് ആയിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്താണ് ഹൈ ആയി നിൽക്കുന്ന അല്ലെങ്കിൽ ഭാവിയിൽ ഹൈ ആവാൻ സാധ്യതയുള്ള കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നതായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും, അല്ലെങ്കിൽ ഒരു പേഴ്സൺ എങ്കിലും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ലൈം ലൈറ്റ് അല്ലെങ്കിൽ TV, ഫിലിം ഇൻഡസ്ട്രി, സീരിയൽ ആക്ട്രസ്, ആക്ടർ, അങ്ങനത്തെ ഒക്കെ ഒരു പദവിയിലേക്ക് എത്താൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ അതിലേക്ക് കരിയർ തിരിച്ചാൽ ഗുണമുണ്ടാകുമെന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ. ഓക്കെ, എന്താണെങ്കിലും ഈ ഒരു ട്രൂ ലവ് കണക്ഷനിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഫെയിം ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട്. മോറോവർ നിങ്ങളുടെ പേഴ്സൺ ആണ് താല്പര്യം എന്നാണ് എനിക്ക് കാണുന്നത്, പക്ഷെ നിങ്ങൾക്കും അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടവും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യുക. ബിക്കോസ് നിങ്ങളിൽ ആർക്കോ ഒരാൾക്ക് ആ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫെയിം, ഈ ഒരു എനർജി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നു നിങ്ങളുടെ പവർ കപ്പിൾ സോണിൽ. അതായത് നിങ്ങൾ ഒന്നിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ഒരു ഉയർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏതോ ഒരാളുടെ അബണ്ടൻസ് കാരണം മറ്റൊരാളും കൂടി പിടിച്ചു കയറി പോകുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ഇങ്ങനെയും ആവാം. ദ സ്റ്റാർ എനർജി ഉള്ളത് കൊണ്ട് തന്നെ ഒരു പേഴ്സൺ ഹൈലി സ്പിരിച്വൽ വൈബ്രേഷൻ ഉള്ള ആളായിരിക്കാം, ആൻഡ് ഒരു പേഴ്സൺ ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക് വൈബ്രേഷൻ ഉള്ള ആളായിരിക്കാം. സോ സ്ട്രെയിറ്റ്ലി പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഫെമിനിൻ എനർജി മോറോവർ ഒരു ഇൻറ്റ്യൂട്ടീവ് എനർജിയിൽ നിൽക്കുന്നതായിട്ടും മെറ്റീരിയലിസ്റ്റിക് എനർജിയിൽ നിങ്ങളുടെ മെസ്കുലിൻ എനർജി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. സോ വൈ ഇറ്റ്സ് ട്രൂ കണക്ഷൻ എന്ന് പറയുന്നതിൻ്റെ റീസൺ മേ ബി നിങ്ങളുടെ യിങ് യാങ് എനർജി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. സോ ദിസ് പേഴ്സൺ നിങ്ങളുടെ എനർജിയെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. ആഫ്റ്റർ ദാറ്റ് ഡിറ്റാച്ച്മെന്റ് നിങ്ങളുടെ കണക്ഷനിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് യിങ് യാങ് എനർജി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ബട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പകുതിയാണ്, മേ ബി കൈൻഡ് ഓഫ് എ ട്വിൻ ഫ്ലെയിം എനർജിയിൽ നിൽക്കാം. സോ അതുകൊണ്ട് ഈ ഒരു ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ല. നിങ്ങൾ അവരുടെ ഓർമ്മയിൽ, അവരുടെ മെമ്മറീസിൽ ജീവിക്കുന്ന എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് യൂണിയൻ പോസിബിൾ അല്ലാത്തത്, നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് അല്ലേ എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വരും. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ യിങ് യാങ് എനർജി നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ട്വിൻ ഫ്ലെയിംസ് റീഇൻകാർണേറ്റ് ചെയ്യണമെങ്കിൽ രണ്ടുപേരും സ്പിരിച്വലി അവേക്കൻഡ് ആയിരിക്കണം, ഹൈലി വൈബ്രേറ്റഡ് ആയിരിക്കണം. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം എന്താണ് ഇത് ട്വിൻ ഫ്ലെയിം ആണെന്ന റെക്കഗ്നിഷൻ ഉണ്ടാവുന്നത്. ചിലപ്പോൾ നിങ്ങളായിരിക്കാം ആ ഒരു പേഴ്സണോട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞു തരാം. പക്ഷെ ഇതിനകത്ത് ഒരാൾ മാത്രമേ ഹൈലി സ്പിരിച്വലി വൈബ്രേറ്റഡ് ആയിട്ടുള്ള അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തിയുള്ളൂ. മറ്റൊരാൾ ഇപ്പോഴും പൂർണ്ണമായും മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ അല്ലെങ്കിൽ തന്നെ തലകൊണ്ട് ചിന്തിക്കുന്ന എനർജിയിൽ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയെ കുറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും സയൻസുമായി ഡിഫൈൻ ചെയ്ത് വെക്കുന്ന ഒരു പ്രവണതയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അയാൾ സ്പിരിച്വലി അവേക്കൻഡ് ആകാത്തത് കൊണ്ട് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നിച്ചാലും ഈ ഒരു പവർ നിങ്ങൾക്ക് മനസ്സിലാക്കിയാലും വളരെയധികം ബാലൻസ് നിങ്ങളുടെ ഉള്ളിൽ വന്നാലും ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകും. നിങ്ങൾക്ക് ഒന്നിച്ചു ചേരാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ പോലും നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആകണം. സ്പിരിച്വാലിറ്റിയിലാണ് നമുക്ക് നമ്മുടെ പകുതിയെ പെർമനന്റ് ആയിട്ട് ലഭിക്കുന്നത്. മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ കിടന്നാൽ നമ്മൾ മോഹത്തിന്റെ പിറകെയാണ് പോകുന്നത്. ലുക്ക്, ഇഷ്ടവുമുണ്ട്, അതായത് ലവ് എനർജിയും ഉണ്ട്, എന്നാൽ ഡിസയർ എനർജിയും ഉണ്ട്. ഓക്കെ, ലവ് എനർജി എന്ന് പറഞ്ഞാൽ എല്ലാം ദൈവം നോക്കിക്കൊള്ളും, ഡെസ്റ്റിൻഡ് ആയിട്ടുള്ളത് എൻ്റെ അടുത്തേക്ക് വന്നുകൊള്ളും, ഇതാണ് എൻ്റെതെങ്കിൽ ദിസ് ഇസ് മൈ ബെസ്റ്റ് എന്ന രീതിയിൽ നിൽക്കുന്നത്. ഡിസയർ എനർജിയിലാണ് പക്ഷെ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അതുകൊണ്ടാണ് മേ ബി അത് വേണം, ഇത് വേണം, ഫിസിക്കൽ അപ്പിയറൻസ് ഇത് വേണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ട്. മേ ബി അത് നിങ്ങളായിരിക്കാം. ട്രൂ ലവ് എനർജിയാണ് ഞാൻ സംസാരിക്കുന്നത്. സോ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി വരാം. അപ്പോൾ ഒരാൾ ഇപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭാഗികമായിട്ടുള്ള സൗന്ദര്യത്തിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു, അതിൽ അഡിക്റ്റഡ് ആയി നിൽക്കുന്നു. മറ്റൊരാളായിരിക്കും ചിലപ്പോൾ ഈ ഒരു കണക്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരുങ്ങി നടന്നിരുന്ന, നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ ഒരുക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിട്ട് ഡിറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിൽക്കുക. പക്ഷെ രണ്ടുപേർക്കും രണ്ട് എനർജിയാണ്, രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് പോകുന്ന ആൾക്കാരാണ്.
ബട്ട് ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് വളരെയധികം ഹീലിംഗ് എനർജി, അതായത് ഹെമതസ്റ്റ് ഹീൽ ചെയ്യുന്ന പോലത്തെ ഹീലിംഗ് എനർജി നിങ്ങൾക്ക് തരും. കാരണം എന്താ പറയുക, ഹീലിംഗ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിയത് അമethസ്റ്റിൽ നോക്കിയിട്ടാണ്. സോ അമethസ്റ്റ് തരുന്ന പോലത്തെ ഒരു ഹീലിംഗ് എനർജി, അത്രത്തോളം പവർഫുൾ എനർജി നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്ന് ലഭിക്കും. അതാണ് ഏറ്റവും വലിയ ഗെയിൻ ഈ ഒരു കണക്ഷനിൽ. എന്തൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാലും ഈ ഒരു പേഴ്സൺ കാരണം നിങ്ങൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി, ആ ഒരു പ്രൊട്ടക്ഷൻ, ആരൊക്കെയോ നമ്മൾക്കിപ്പോൾ തണുപ്പത്ത് നമ്മളെ ഒരു ബ്ലാങ്കറ്റ് ഇട്ട് കവർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി, ആ ഒരു കൈൻഡ് ഓഫ് ഇമോഷൻ നമുക്ക് ഈ ഒരു പേഴ്സൺ വരുമ്പോൾ കിട്ടും. ആൻഡ് ആ പേഴ്സണ് തിരിച്ചും അങ്ങനെയുള്ള ഒരു അനുഭൂതി കിട്ടും. ആൻഡ് ഈ ഒരു കണക്ഷനിലേക്ക് വരുമ്പോൾ മോർ ഓവർ ഏതെങ്കിലും ഒരു പേഴ്സണ് കുറച്ചും കൂടി സ്പിരിച്വൽ ആയിട്ട്, കുറച്ചും കൂടി ദൈവത്തിന്റെ അടുത്തേക്ക് അടുക്കാൻ, കുറച്ചും കൂടി യൂണിവേഴ്സലി കണക്റ്റഡ് ആകാനുള്ള മെസ്സേജസ് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് ചില ആൾക്കാർ ഐ തിങ്ക് 777 പോലെയുള്ള 1010 അങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ് കാണാനുള്ള സാധ്യതയും ഉണ്ടാകും. ആൻഡ് ഇനി നമുക്ക് കാർഡ്സ് എടുത്ത് നോക്കാം. പ്ലീസ് ക്ലാരിഫൈ ദിസ് കാർഡ്. ഹൈ പ്രീസ്റ്റസ്, Knight of Pentacles, Ace of Pentacles, Death. ആൻഡ് ഷുവർലി ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണർഷിപ്പ് എനർജിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ, വാവ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡാണ്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഫാമിലി പ്ലാനിങ്സ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ പെറ്റ്സിന്റെ പ്ലാനിങ്, ഇങ്ങനെ ഒരാളെ വളർത്തണം, അല്ലെങ്കിൽ ഈ ഒരു പട്ടിക്കുട്ടിയെ വളർത്തണം, അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടിയെ വളർത്തണം, ആ കൈൻഡ് ഓഫ് രീതിയിലുള്ള പ്ലാനിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുട്ടികളെ കുറിച്ചുള്ള പ്ലാനിങ്സ് ഉണ്ടാവും, സ്റ്റെബിലിറ്റിയെ കുറിച്ചുള്ള പ്ലാനിങ്സ് ഉണ്ടാവും, വീട് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ചുള്ള പ്ലാനിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആൻഡ് പലപ്പോഴും നിങ്ങളുടെ ആ ഒരു ഇമോഷനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു പേഴ്സണും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം, അതാണ് എന്റെയും ആഗ്രഹം എന്ന രീതിയിൽ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും നിങ്ങളുടെ ഡിസയറും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്പിരിച്വൽ യാത്രകൾ പോകണം എന്നുള്ള താല്പര്യമായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ വരുന്ന പോലത്തെ എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം സെയിം ആണ് എന്ന രീതിയിലുള്ള ഒരു എനർജി കാണുന്നുണ്ട്. സോ നിങ്ങൾ കല്യാണം കഴിക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ള എനർജി കാണിക്കുന്നുണ്ട്. ബട്ട് ഭയങ്കര സീക്രട്ടീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഇമോഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ എന്ന് കാണുന്നുണ്ട്. ഫിനാൻഷ്യലി ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി അബണ്ടന്റ് ആകാൻ നിങ്ങളുടെ കണക്ഷൻ നിങ്ങളെ പരസ്പരം സഹായിക്കുന്ന പോലത്തെ എനർജി കാണിക്കുന്നുണ്ട്. സോ ഫിനാൻഷ്യൽ ഗെയിനും ഉണ്ടാകും, അതുപോലെ ലവ് എഫക്റ്റും നിങ്ങളുടെ ഒരു കണക്ഷനിൽ വളരെ കൂടുതലായിരിക്കുമെന്ന് കാണുന്നു. ആൻഡ് ഓൾസോ ഇന്നത്തെ അഡ്വാൻസ്ഡ് പ്ലാനിങ് നടന്നിട്ടുണ്ടായിരിക്കണം. ബിക്കോസ് കുട്ടികൾ ഉണ്ടാവും, അവരുടെ പേരെന്താണ്, മേ ബി അവരുടെ ജെൻഡർ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാനിങ്സ് പോലും നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണം, മേ ബി ഹണിമൂൺ ഡെസ്റ്റിനേഷൻ വരെ ആലോചിച്ച് വെച്ചിട്ടുള്ള കൈൻഡ് ഓഫ് ഇമോഷൻസ് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിക്കോസ് ഓഫ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ട്രൂ ലവ് ആയതുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള പോസിറ്റീവ് ക്വാളിറ്റീസ് നിങ്ങളുടെ അകത്തേക്ക് ഇൻജെക്ട് ചെയ്യാനും, നിങ്ങളുടെ ഉള്ളിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള പോസിറ്റീവ് ക്വാളിറ്റീസ് അവരുടെ ഉള്ളിലേക്ക് ഇൻജെക്ട് ചെയ്യാനും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻജെക്ട് ചെയ്യാനും, പോസിറ്റീവ് കാര്യങ്ങൾ ഇൻജെക്ട് ചെയ്യാനും ബാലൻസ് ചെയ്യാനും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കുന്നുണ്ട്. ഒരാൾ ഭയങ്കര ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിരിക്കാം. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ചെയ്യണം, നമുക്ക് ഇന്ന സേവിങ്സ് ചെയ്യാം, അവിടെ ചേരാം, ഇവിടെ ചേരാം കൈൻഡ് ഓഫ് രീതിയിലും. വേറൊരാൾ മേ ബി സ്പിരിച്വലി അവേക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്ക് സ്ട്രെച്ചിങ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സീക്രട്ട് പ്ലേസസിൽ പോകണം, അമ്പലങ്ങളിൽ പോകാം, അവിടെ പോകാം, ഇവിടെ പോകാം, പ്രാർത്ഥിക്കാം, ഈ ഒരു കൈൻഡ് ഓഫ് മോഡിലേക്ക് തള്ളിവിടുന്ന പോലെ. ആൻഡ് നിങ്ങളുടെ രണ്ടുപേരുടെയും അൾട്ടിമേറ്റ് ആവശ്യം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. അതായത് നിങ്ങൾക്ക് മാരി ചെയ്യണം, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ കൈപിടിച്ച് നടക്കണം, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കില്ലേ മരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് മരിക്കണം, ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലുള്ള ഇമോഷൻസ് ആണ് കാണിക്കുന്നത്. ബട്ട് ഇതിനകത്ത് ഫോർ സം മാരേജ് പോസിബിൾ ആണ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരുടെയും സിനേറിയും സിറ്റുവേഷനും അതുപോലെ ആയിരിക്കണമെന്നില്ല. ബിക്കോസ് ട്രൂ ലവ് നമുക്ക് അച്ചീവ് ആകാം, പക്ഷെ ചിലപ്പോൾ നമ്മൾ മാരീഡ് ആയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് അച്ചീവ് ആവുന്നത്. സോ ട്രൂ ലവ് എനർജി ഇങ്ങനെയാണ്. നിങ്ങൾ മാരി ചെയ്യണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്, പക്ഷെ മേ ബി അതൊരു പേപ്പർ വർക്ക്സിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം ആൾക്കാർക്ക്, ഒരു 10% ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമാണ് അതിലേക്ക് പോകാൻ പറ്റുക എന്നാണ് കാണിക്കുന്നത്.
പക്ഷേ ഇതിനകത്ത് മെറ്റീരിയലിസ്റ്റിക് ആണ് ഒരു പേഴ്സൺ എങ്കിൽ പോലും അയാൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അയാളുടെ താല്പര്യങ്ങൾ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നതിന്റെ റീസൺ മെയിൻലി എന്താണെന്ന് ചോദിച്ചാൽ അത് ഡിസയർ അല്ല, ലവ് തന്നെയാണ്. എവിടെയൊക്കെയോ ആ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ലവ് ഫ്രീക്വൻസി ഭയങ്കര കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ടോട്ടലി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആളാണെങ്കിലും അയാളുടെ നെഗറ്റീവ് ഇന്റൻഷൻസ് കൊണ്ടല്ല ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. വളരെ പോസിറ്റീവ് ഇന്റൻഷൻസ് കൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അല്ലാതെ നിങ്ങളുടെ കാശ് വേണം, ശരിയാണ്, നിങ്ങൾ ഫിനാൻഷ്യലി അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് മോർ ഓവർ ഇതിനകത്തൊരു ലവ് എനർജിയാണ് കാണുന്നത്. ഇപ്പൊ അയാൾ ഏത് രീതിയിലുള്ള ഏത് രീതിയിലുള്ള ഇമോഷൻസ് കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ പോലും ഇവിടെ ട്രൂ ലവ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു കാർണേലിയൻ എനർജി പോലെ ഒരു അട്രാക്ഷൻ തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു പ്രണയം, ഈ ഒരു ഡിസയർ, ഈ ഒരു ഇഷ്ടം, ഈ ഒരു ലവ് എന്ന് പറയുന്നത് ഭയങ്കര ട്രൂ ആണ്. അത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ അനുഭവിച്ചിരുന്നു ആൻഡ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് കൈൻഡ് ഓഫ് എനർജിയാണ്. ആൻഡ് ദാറ്റ് ഇസ് സൂപ്പർ. ആ ഒരു വൈബ്രേഷൻ നിങ്ങൾ നിന്നിട്ടുണ്ട്, നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്ക് എത്ര തന്നെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ കുറിച്ച് ഈ ഒരു നിമിഷം നിങ്ങൾ ഓർക്കും. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ട്രൂ ലവ് ആയിരിക്കും. മോർ ഓവർ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എനർജി ആയിരിക്കാം. ബട്ട് നിങ്ങളുടെ പേഴ്സന്റെ എനർജി മേ ബി മെറ്റീരിയലിസ്റ്റിക്കിൽ നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജി ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി എനിക്ക് അയാളുടെ എനർജിയിൽ, ഹി ഓർ ഷി അവരുടെ എനർജിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, കണ്ടോ? അതായത് നിങ്ങൾ ഒന്നിക്കാൻ പറ്റുമെങ്കിലും ഈ ഒരു പേഴ്സൺ വളരെയധികം ഇൻസെക്യൂർ ആണ്. സംശയം, അല്ലെങ്കിൽ അത് പറ്റുമോ, ഇത് പറ്റുമോ, എന്നെ കൊണ്ട് കേപ്പബിൾ ആയിരിക്കുമോ ഇല്ലയോ എന്ന രീതിയിലുള്ള ഒരു സംശയം ഈ ഒരു പേഴ്സന്റെ മനസ്സിലുള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ മെറ്റീരിയലിസ്റ്റിക്കലി അഡിക്റ്റഡ് ആണെങ്കിൽ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ്സ്, ദുശീലങ്ങൾ ഈ ഒരു പേഴ്സണ് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ദുശീലങ്ങളുണ്ട്. മേ ബി മദ്യപാനം, അല്ലെങ്കിൽ ലക്ഷറി കൂടി പോവുക, അനാവശ്യമായിട്ട് കാശ് ചെലവാക്കുക, അല്ലെങ്കിൽ മേ ബി നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക, അനാവശ്യ പ്രോമിസസ് നടത്തുക. ആൻഡ് ഈ ഒരു പേഴ്സൺ മേ ബി ബിക്കോസ് ഓഫ് ഇയാളുടെ അഡിക്ഷൻ കൂടുതലായതുകൊണ്ട് നേരത്തെ തന്നെ ചിലപ്പോൾ ഈ ഒരു ഭൂമിയിൽ നിന്ന് ലെഫ്റ്റ് ആവുക, അങ്ങനത്തെ എനർജി കാണുന്നുണ്ട്. ബിക്കോസ് ഓഫ് മേ ബി അയാളുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ മേ ബി ഇങ്ങനെ ഒരു വൈബ്രേഷൻ കാണുന്നുണ്ട്, ആക്സിഡന്റ്, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടോ. ആൻഡ് ഈ ഒരു പേഴ്സൺ പലപ്പോഴും ടോട്ടലി നിങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തൻ്റെ ഫാമിലിയിൽ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എനർജി കാണിക്കുന്നു. ആൻഡ് ഓൾസോ ഈ ഒരു 6 ഓഫ് കപ്സ് കിട്ടിയപ്പോഴത്തേക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പ്ലസ് കൈൻഡ് ഓഫ് കിഡ്, അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഒരു പേഴ്സണുമായിട്ട് മേ ബി നിങ്ങൾ കൺസീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് സിനേറിയോയിൽ നിങ്ങൾ ആ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് മെയിൻലി ഇതിനകത്ത് നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്ന് കിട്ടുമെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്ത പടി ഒരിക്കലും ഈ ഒരു കണക്ഷനിൽ നടക്കില്ല. എല്ലാ കാര്യങ്ങളും ഡിവൈൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. ശരിയാണ്, നിങ്ങൾ കോറിലേറ്റ് ചെയ്ത് ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് വെക്കുന്നു, നിങ്ങൾക്ക് മെമ്മറീസ് ഇതിനകത്ത് നിന്ന് കിട്ടും. പക്ഷെ നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. ഇറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ്. നിങ്ങൾ വിചാരിച്ചതിൽ നിന്നും ഭയങ്കര വ്യത്യാസമായിരിക്കും എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. കാരണം നിങ്ങൾ ഈ ഒരു വഴിയിലേക്ക് പോകാൻ ശ്രമിക്കും, ബട്ട് വിധി അല്ലെങ്കിൽ ഡെസ്റ്റിനി നിങ്ങൾ ഈ ഒരു വഴിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവുക. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ വളരെയധികം കൺട്രോൾ വെച്ചിട്ടോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണൽ കൺട്രോൾ വെച്ചിട്ടോ കാര്യമില്ല. ലെറ്റ് ഗോ ചെയ്യുക, യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക. കാരണം ഇതിനകത്ത് ഡിസയറിനേക്കാൾ ഉപരി നിങ്ങൾ ലവ് എനർജിയിലാണ് ഇരിക്കേണ്ടത്. അതായത് എന്നിലേക്കുള്ളത് എന്നിലേക്ക് വന്നു ചേരും, ഞാൻ അതിനെ വളരെ സൗമ്യമായിട്ട് കൈകാര്യം ചെയ്യുക, എനിക്കുള്ളതിനെ ഞാൻ കെയർ ചെയ്ത് കൈകാര്യം ചെയ്യുക, കൈൻഡ് ഓഫ് ഇമോഷനിൽ നിൽക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഗുണം കിട്ടുക. അല്ലാതെ നിങ്ങൾ അച്ചടക്കവും ഡിസിപ്ലിനും വേറെ ആൾ നോക്കാൻ പാടില്ല, അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, ഇങ്ങോട്ടേക്ക് പോകാൻ പാടില്ല കൈൻഡ് ഓഫ് എനർജിയിൽ നിങ്ങൾ നിർത്തുകയാണെങ്കിൽ ഈ ഒരു കണക്ഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോകും. അല്ലെങ്കിലും ഈ ഒരു കണക്ഷനിൽ എനിക്ക് മനസ്സിലാവുന്നത് പെയിൻ ഉണ്ടാകും, ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകും, നോ കോണ്ടാക്ട്
സിറ്റുവേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാകും. എഗെയിൻ ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അങ്ങനെയാണ്. സോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒന്നും ഈ ഒരു കണക്ഷനിൽ നടക്കാൻ പോകുന്നില്ല. വാട്ട് യൂണിവേഴ്സ് പ്ലാൻ ചെയ്യുന്നു അതേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ബിക്കോസ് ഓഫ് ഇറ്റ്സ് എ ട്രൂ കണക്ഷൻ, നിങ്ങളുടെ കർമ്മ ഇതിനെ നല്ല രീതിയിൽ ഹിറ്റ് ചെയ്യും. സോ നിങ്ങളൊരു പ്രൊട്ടക്റ്റീവ് മെഷർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ കാമായിട്ടും ലൈറ്റ് ഓൺ ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ, അതിൽ സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ട്രൂ ആണെങ്കിൽ വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും. സോ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. എക്സ്പെഷ്യലി നിങ്ങളുടെ കർമ്മ ഹിറ്റ് ചെയ്യുന്നുണ്ട് പലപ്പോഴും എന്ന് കാണിക്കുന്നു. സോ വളരെ ലൈറ്റ് എനർജിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ആൻഡ് ഓവറോൾ ഈ ഒരു കണക്ഷൻ എൻഡ് ആകുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ആവും. ഈ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ആവുന്നു, ഇനി നേരെ പോകുമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഈ ഒരു കണക്ഷൻ സഡൻലി ലെസ് കോണ്ടാക്റ്റിലേക്ക് പോകും. അങ്ങനത്തെ ഇമോഷനാണ്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള സമയത്തായിരിക്കും ഈ ഒരു പേഴ്സൺ വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പീക്ക് നല്ല സമയത്തായിരിക്കും. അതായത് നല്ല സമയം ഈ ഒരു പേഴ്സൺ കൊണ്ടുതരും. ആ ഒരു സമയത്തായിരിക്കും വരുന്നത്. ആൻഡ് അത് കഴിഞ്ഞാൽ ഷാലിൽ നിങ്ങൾക്ക് ഡിറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് പിന്നെയും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഇത് നിങ്ങൾക്ക് ഒരു മാരേജിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചാൽ വളരെ നല്ല കണക്ഷൻ ആയിരിക്കും. ബട്ട് ഇഫ് അത് പോസിബിൾ അല്ല എങ്കിൽ ഇത് ഒരു അപ്പ് ആൻഡ് ഡൗൺ, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് നോ കോണ്ടാക്ട് റേഞ്ചിലായിരിക്കും നിങ്ങളുടെ കണക്ഷൻ മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഫർദർ മോർ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാരിഡ് ആയിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഒരു ഫ്രണ്ട്ഷിപ്പ് സോണിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. പക്ഷെ മാരീഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ സാധിക്കും. ഇഫ് നിങ്ങൾ മാരീഡ് അല്ല എങ്കിൽ പലപ്പോഴും ഇതൊരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് വീഴുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരിക്കും നിങ്ങളുടെ ട്രൂ ലവിന്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ്സ് റെസൊനേറ്റ്, തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ലവിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിങ്. ഹോപ്പ് നിങ്ങൾക്കിത് സഹായകമാകും. നിങ്ങളുടെ ട്രൂ ലവിനെ നിങ്ങൾക്ക് ഇതിനകത്ത് അസസ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ സെക്കൻഡ് പൈലയിൽ കാണാവുന്നതായിരിക്കും. ബൈ ബൈ. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ സെക്കൻഡ് പൈലായിട്ട് നമ്മുടെ അവെഞ്ചുറിൻ കട അല്ലെങ്കിൽ വളയാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ എന്താണ് നിങ്ങളുടെ ട്രൂ ലവിന്റെ എനർജി ടുവേർഡ്സ് യു, അല്ലെങ്കിൽ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. കണ്ണടച്ച് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ട്രൂ ലവിന്റെ എനർജി കൊണ്ടുവരാം. ഓക്കെ, 4 of Wands, the Sun. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ചൈൽഡിഷ് എനർജിയിൽ നിൽക്കാനുള്ള സാധ്യതയാണ്. നിങ്ങൾ മിക്കവാറും അവരുടെ പാരന്റ് ആകേണ്ടി വരും, നിങ്ങൾ മിക്കവാറും അവരെ ഗൈഡ് ചെയ്യേണ്ടി വരും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഒത്തിരി കഴിവുള്ള വ്യക്തികളായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. ആൻഡ് നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു വളരെയധികം ലക്കി ചാം എനർജി കൊണ്ടുവരുന്ന ഒരു കൈൻഡ് ഓഫ് വ്യക്തിയായിരിക്കും എന്ന് കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ 3 of Swords, കരിയറിൽ വളരെയധികം പാഷനേറ്റ് ആയിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബട്ട് സംഹൗ നിങ്ങളുടെയും ഇവരുടെയും വൈബ്രേഷൻ ചിലപ്പോൾ മാച്ച് ചെയ്യത്തില്ല, അല്ലെങ്കിൽ തല്ലുകൂടുക എന്നത് നിങ്ങളുടെ ഒരു വിനോദ പ്രോസസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുക, തല്ലുകൂടുക, വഴക്കുണ്ടാക്കുക, മേ ബി അതിലായിരിക്കാം നിങ്ങൾ എന്റർടൈൻമെന്റ് കണ്ടുപിടിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലായിരിക്കും കേട്ടോ, ഇല്ലെങ്കിൽ ഒത്തിരി സംസാരിക്കും, അല്ലെങ്കിൽ സംസാരിച്ച് വീഴ്ത്താൻ കഴിയുന്ന കൈൻഡ് ഓഫ് എനർജിയാണ്. ഇല്ലെങ്കിൽ ഇവരുടെ ടെക്സ്റ്റ് മെസ്സേജിൽ തന്നെ നമ്മൾ ഇങ്ങനെ മതിമറന്നു പോകും, നമ്മൾ വീണു പോകും. എന്ത് കൈൻഡ് ഓഫ് പോസിറ്റീവ് മെസ്സേജസ് ആ ഇവര് തരുന്നത്, അല്ലെങ്കിൽ ഇവരുടെ വോയിസ് എന്ത് ഹീലിംഗ് ഇഫക്റ്റാണ് നൽകുന്നത്. അതായത് ഇവർക്ക് ചിലപ്പോൾ മേ ബി ഫിസിക്കലി ഇവർ നല്ല അട്രാക്റ്റീവ് ആയിരിക്കില്ലായിരിക്കും, പക്ഷെ ഇവരോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വളരെയധികം ഇഷ്ടപ്പെട്ടു പോകും. മേ ബി നിങ്ങൾ ഇവരെ സോഷ്യൽ മീഡിയ വഴിയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അവരുടെ സംസാരം നമ്മൾ അത്രത്തോളം അഡിക്റ്റീവ് ആക്കുന്ന കൈൻഡ് ഓഫ് ആണ്. ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ജേർണലിസ്റ്റ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ എന്താണ് ഈ പാട്ട് നന്നായി പാടുന്ന ആളായിരിക്കാം. കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു, അതായത് ത്രോട്ട് ചക്ര വൈബ്രേഷൻ കാരണം ഹിറ്റ് ആകുന്ന, ഫെയിം കിട്ടുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ കഴിവുള്ള പൊളിറ്റീഷ്യൻ, ലോയർ, ആ കൈൻഡ് ഓഫ് വൈബ്രേഷനിൽ കാണുന്നുണ്ട്. സംസാരം, HR, അങ്ങനെയുള്ള സംസാരിക്കാൻ ഉള്ള ഒരു പ്രൊഫഷൻ, ടീച്ചർ, അങ്ങനത്തെ പ്രൊഫഷനിൽ ആണ് ഈ ഒരു പേഴ്സന്റെ വൈബ്രേഷൻ കാണുന്നത്. ആൻഡ് പുറമേ ഭയങ്കര മെച്യൂർ ഉള്ള പ്രൊഫഷൻ ആയിരിക്കാം കൊണ്ട് നടക്കുന്നുണ്ടാവും, പക്ഷെ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് ഭീകരാണ്. അവരെ കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ
തല്ലായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മെയിൻ. എന്താണ്, എത്രത്തോളം ഇഷ്ടം കൂടുമോ അത്രത്തോളം നിങ്ങൾ പരസ്പരം തല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്തർക്കങ്ങൾ ഭയങ്കരമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ബട്ട് അൺടിൽ അവസാനം എന്താണ് അങ്ങനെ ഉന്തി തള്ളി നിങ്ങൾ മുന്നോട്ടേക്ക് പോകും. ആ ഒരു കൈൻഡ് ഓഫ് രീതിയാണ്. അതായത് എത്ര തന്നെ നമ്മൾ അവരോട് സംസാരിച്ചാലും എനിക്ക് തോന്നുന്നു മടുക്കത്തില്ല അങ്ങനത്തെ എനർജി. ആൻഡ് ഇവർ സംസാരിക്കുന്നതിൽ ഇത്രത്തോളം അട്രാക്ഷൻ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. അതുപോലെ തന്നെ ഇവർ ഉപയോഗിക്കുന്ന വാക്കുകൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, അല്ലെങ്കിൽ അത് കേട്ടോണ്ടിരിക്കാൻ, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം ഭയങ്കര പവർഫുൾ ആണ്. സംസാരിക്കാൻ അറിയാം എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതി. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ക്രിയേറ്റീവ് വേയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ആണ് മെയിൻ. ബിക്കോസ് ഇപ്പോൾ സ്ട്രെയിറ്റ്ലി നമുക്കിപ്പോൾ ഒരാളോട് ഐ ലവ് യു പറയണം, പക്ഷെ സാധാരണ ആൾക്കാരാണെങ്കിൽ മേ ബി അത് നേരിട്ട് പറയുമായിരിക്കും. പക്ഷെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കവിതകളിലൂടെയോ അല്ലെങ്കിൽ കുറിപ്പുകളിലൂടെയോ സെന്റൻസിലൂടെയോ അല്ലെങ്കിൽ വീഡിയോസിലൂടെയോ ഇമോഷൻസ് കാണിക്കുന്ന കൈൻഡ് ഓഫ് രീതിയിലോ അങ്ങനെ ക്രിയേറ്റീവ് വേയിലായിരിക്കും ആ ഒരു പേഴ്സൺ എക്സ്പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ പാട്ടുകളിലൂടെയോ പാട്ടുപാടിയോ അങ്ങനെയൊക്കെ ഒരു ക്രിയേറ്റീവ് ലവ് ആണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്ക് തരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ട്രൂ ലവ് എനർജിയിൽ അത്രത്തോളം ക്രിയേറ്റിവിറ്റി, അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടായിരിക്കും നിങ്ങൾക്കത് കിട്ടുക എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആരോട് സംസാരിച്ചാലും എന്ത് തന്നെ എക്സ്പ്രസ് ചെയ്താലും ഭയങ്കര ഡീപ്പായിട്ടും ഭയങ്കര ഇമോഷണൽ ആയിട്ടും ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുമാണ് അവർ, ഭയങ്കര പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം എന്റർടൈൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കും ആ ഒരു ഇതിൽ. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഓരോ വാക്കിലും പാക്കറ്റ് ഓഫ് എനർജി ഇരിക്കുകയാണ്, സൺ എനർജി ഇരിക്കുകയാണ്, ഫയർ എനർജി ഇരിക്കുകയാണ്, കെയർ എനർജി ഇരിക്കുകയാണ് എന്ന് കാണുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് മനസ്സിലാവുന്ന ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ കള്ളം പറയുന്ന ആളായിരിക്കാം. കള്ളങ്ങൾ നിങ്ങൾ പിടിച്ചിട്ടും ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വെറുക്കാൻ സാധിക്കാത്ത കൈൻഡ് ഓഫ് ഇമോഷനിലായിരിക്കാം ഉണ്ടായിരിക്കാം. കാരണം അത്രത്തോളം പറഞ്ഞ് ഫലിപ്പിക്കാൻ, ചിലപ്പോൾ കള്ളം പറയുകയാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല, അത്രത്തോളം രീതി പറഞ്ഞ് ഫലിപ്പിക്കുന്ന ആളായിരിക്കും. പക്ഷെ ചീറ്റിംഗ് എനർജി അല്ല, പക്ഷെ കുഞ്ഞു കുഞ്ഞു കള്ളങ്ങൾ ഈ ഒരു പേഴ്സൺ പറയാറുണ്ട്. തൻ്റെതായിട്ടുള്ള സെൽഫിഷ്നെസ്സിന് വേണ്ടി, തൻ്റെതായിട്ടുള്ള ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് കള്ളങ്ങൾ പറയുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷെ കള്ളം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ അറിയുന്ന കൈൻഡ് ഓഫ് എനർജി ഉള്ള ആള്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ കള്ളത്തരം പറയുന്നുണ്ടെങ്കിലും അവരുടെ ഇമോഷൻസ് ഒരിക്കലും ഹൈഡ് ചെയ്യുന്നില്ല. അവർക്ക് വേണമെന്നുള്ള കാര്യം സ്ട്രെയിറ്റ്ലി ചോദിക്കാൻ ഒരു മടിയില്ലാത്ത ആൾക്കാരാണ്. അത് എന്ത് സിറ്റുവേഷനിലാണെങ്കിലും എപ്പോഴാണെങ്കിലും. ആൻഡ് ഭയങ്കര ഒരു പാക്കറ്റ് ഓഫ് എനർജി, ഒരു ചൈൽഡിഷ് സൺ എനർജി തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഈ നിൽക്കുന്ന കാർഡ്സിനെക്കാളൊക്കെ ഫയർ എനർജി വന്നിട്ട് പോലും ഗ്ലോ സൺ കാർഡിനാണ് കിട്ടുന്നത്. എപ്പോഴും നമ്മുടെ കണ്ണ് സ്ട്രൈക്ക് ചെയ്യുന്നതും സൺ കാർഡിലാണ്. നിങ്ങൾക്കത് ഫീൽ ചെയ്തോന്ന് അറിയില്ല. ഈവൻ നിങ്ങളുടെ കണ്ണും സൺ കാർഡിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് വളരെയധികം റെസൊണേറ്റ് ആകും. ഓക്കെ, ആൻഡ് നമുക്ക് ഇനിയും കാർഡ്സ് എടുത്ത് നോക്കാം ഫോർ ക്ലാരിഫിക്കേഷൻ. ഓക്കെ, എനിക്ക് വാക്തർക്കങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന കൈൻഡ് ഓഫ് എനർജി ഉള്ള ആളായിരിക്കാം. കൈൻഡ് ഓഫ് കോട്ട്, അല്ലെങ്കിൽ ലോയർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും യൂണിഫോം ധരിക്കുന്ന പോലുള്ള രീതിയിലുള്ള പ്രൊഫഷനുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ തർക്കങ്ങൾ തീർക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിൽ ഇപ്പം ജഡ്ജ്, മെയിൻലി ലോയർ, അല്ലെങ്കിൽ പോലീസ്മാൻ, മിലിറ്ററി, ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലുള്ള റേഞ്ചിലുള്ള പേഴ്സൺ ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് യൂണിഫോം ധരിക്കുന്ന നൈറ്റ് എനർജി ഉള്ള പട്ടാളക്കാരൻ, പോലീസുകാരൻ കൈൻഡ് ഓഫ് എനർജിയിലെ, അല്ലെങ്കിൽ സെക്യൂരിറ്റി പോലത്തെ കൈൻഡ് ഓഫ് എനർജി, അങ്ങനെയുള്ള എനർജിയിൽ നിൽക്കുന്ന ആളായിരിക്കാം. മോറോവർ ആ ഒരു പേഴ്സന്റെ പ്രൊഫഷൻ വളരെ സീക്രട്ടീവ് ആയിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ മേ ബി ഒരു പേഴ്സൺ ഒറിജിനൽ പ്രൊഫഷൻ എന്താണെന്ന് നിങ്ങളടുത്ത് പറഞ്ഞിട്ടേ ഉണ്ടാവില്ല പോലത്തെ ഭയങ്കര സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. മേ ബി നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇല്ലെന്നല്ല, പക്ഷെ മറ്റുള്ളവരോട് മേ ബി ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ഇതായിരിക്കാം. ആൻഡ് ഈ ഒരു പേഴ്സൺ കൈൻഡ് ഓഫ് സ്റ്റിങ്കി നേച്ചർ ഉണ്ട്. സോ സ്കോർപിയോൺ, അല്ലെങ്കിൽ വാട്ടർ എനർജി, പൈസസ് കൈൻഡ് ഓഫ് എനർജി, അതായത് എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ എത്രത്തോളം സാലറി ഉണ്ടെന്നോ, എത്രത്തോളം ഇൻകം ഉണ്ടെന്നോ, എത്രത്തോളം വർത്ത് ആണ് ആ പേഴ്സൺ എന്നോ പറയിക്കാത്തൊരു രീതി, സിമ്പിൾ കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈല് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. റിച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ റിച്ച് ആണെന്ന് കാണിക്കാൻ താല്പര്യമില്ലാത്ത ഒരു നോർമൽ ഒരു വിയർ ധരിക്കുന്ന ഒരാളായിരിക്കാം. സിമ്പിൾ ലൈഫ് ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. എന്താണെങ്കിലും പ്രൊഫഷൻ എന്ന് പറയുന്നത് പൊളിറ്റീഷ്യൻ ആയിരിക്കാം, മേ ബി കമ്മ്യൂണിക്കേഷൻ
സ്കില്ല് വളരെ നല്ലുള്ള ആളാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉള്ളത് കൊണ്ടായിരിക്കാം അയാളുടെ പ്രൊഫഷനിൽ അയാൾക്ക് ഗ്രോത്ത് ഉണ്ടാവുക. മേ ബി ഭയങ്കര റൊമാൻറ്റിക് ആണെന്ന് ചോദിച്ചാൽ അല്ല, ചിലപ്പം നമ്മളായിരിക്കും അവർക്ക് എപ്പോഴും റൊമാൻറ്റിക് ഫ്ലോ കൊടുക്കേണ്ടത് എന്ന എനർജിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും സമയം നമ്മൾ നമ്മുടെ പേഴ്സന്റെ പോസിറ്റീവ് സൈഡിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഓവറോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത് എന്ന കൈൻഡ് ഓഫ് വൈബ്രേഷനിലാണ് നിന്നത്. ഇനി നമുക്ക് മുന്നോട്ടേക്ക് പോകാം, ഫർദർ മോർ ക്ലാരിറ്റി എടുക്കാം. ഈ ഒരു പേഴ്സന്റെ ലൈഫിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആൻഡ് വളരെ പോസിറ്റീവ് ആണ് ഈ ഒരു പേഴ്സൺ. മറ്റുള്ളവർക്ക് ഹൃദയം കൊടുക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ്, മോർ ഓവർ നിങ്ങളെ കെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എവറിത്തിങ് ഈസ് ഓക്കെ, ബട്ട് ഇൻസൈഡ് ഈ ഒരു പേഴ്സൺ ഒത്തിരി നെഗറ്റീവ് സൈക്കിളിലൂടെ പോയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു പേഴ്സന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമായിരിക്കാം. അതായത് ഈ പുറമെ ഒക്കെ ഇത്രത്തോളം പോസിറ്റിവിറ്റി വാരി വിതറിയിട്ട് രാത്രി സ്വയം ഇരുന്ന് കരയുന്ന കൈൻഡ് ഓഫ് എനർജി, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി വാദിച്ച് മറ്റുള്ളവർക്ക് ജസ്റ്റിസ് കൊടുക്കുന്ന ഒരു നേച്ചറാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. വളരെയധികം പോസിറ്റീവ്ലി തിങ്ക് ചെയ്യുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും സത്യം പറഞ്ഞാൽ ഈ ഒരു പേഴ്സന്റെ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഹാപ്പി അല്ല. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാൻ, ഇന്നർ ചൈൽഡിനെ തൊടാൻ ആർക്കും സാധിക്കുന്നില്ല. ഈ ഒരു പേഴ്സൺ ഒത്തിരി കള്ളങ്ങൾ പറയുന്നു എന്ന് പറയുന്നില്ലേ, മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കള്ളങ്ങൾ പറയാം അല്ലെ. അതുപോലെ ഈ ഒരു പേഴ്സന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അല്ലെങ്കിൽ പണ്ടത്തെ കാലത്തെ കുറിച്ച്, പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പേഴ്സൺ പറഞ്ഞിരിക്കുന്നതൊന്നും അത്രത്തോളം ക്ലാരിറ്റി നമുക്ക് നൽകുന്നതല്ല, അല്ലെങ്കിൽ ക്ലാരിറ്റി നമുക്ക് ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്ലാരിഫൈഡ് ആയിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ തൃപ്തികരമായിട്ടുള്ള ഒരു എനർജി പേഴ്സൺ തരുന്നില്ല. അവിടെ ഇവിടെ മുറിച്ചു മാത്രം പറയുന്ന ഒരു എനർജി, അല്ലെങ്കിൽ പണ്ടത്തെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന രീതിയിലുള്ള എനർജിയാണ്. അത് ഈ ഒരു പേഴ്സന്റെ ഇന്നർ ചൈൽഡ് ഹീൽ ആകാത്തത് കൊണ്ടാണ്. അതുപോലെ ഒത്തിരി നെഗറ്റീവ് കാർമിക് സൈക്കിളിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു വന്നത്. ആഫ്റ്റർ ദാറ്റ് ആയിരിക്കും ആ ഒരു പേഴ്സൺ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക, നിങ്ങളെ വളരെയധികം ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ടാവാം. ബിക്കോസ് ഈ ഒരു പേഴ്സന്റെ ഒരു 20% എങ്കിലും നിങ്ങൾ അറിയാനും സഹായിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പേഴ്സന്റെ മാത്രമല്ല, നിങ്ങളുടെ ലൈഫും അത്രത്തോളം പോസിറ്റീവ് ആയിരിക്കണം എന്നില്ല, അത്രത്തോളം സ്റ്റേബിൾ ആയിരിക്കണം എന്നില്ല. കാരണം ഈ ഒരു കണക്ഷനിൽ നിൽക്കുന്ന രണ്ടുപേരും ഒരു മൂൺ ഫേസ് കടന്നു വന്നവരാണ്, അല്ലെങ്കിൽ ഒരു മൂൺ എനർജി, ആർക്കും അറിയാത്ത ഒരു നെഗറ്റീവ് ഫേസ് കടന്നു വന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറെ സഫറിങ്സ് ചെയ്തതിനു ശേഷം, കുറെ സൈക്കിൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ആ ഒരു വൺ ട്രൂ ലവിനെ നിങ്ങൾ മീറ്റ് ചെയ്യുക. ആ ഒരു ലവ് നിങ്ങളെ പോസിറ്റിവിറ്റി ആക്കാനാണ് വരുന്നതെങ്കിൽ പോലും ഇൻസൈഡ് അയാളുടെ അകത്തേക്ക്, ഹി ഓർ ഷി അവരുടെ അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കായിരിക്കും സത്യത്തിൽ അവർ ഹാപ്പി ആണോ അല്ലയോ, അവർ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ലഘൂകരിക്കുന്നത് ദിവസം ഒരു ഡേയില് മുഴുവൻ എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക, ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് എത്രത്തോളം കഷ്ടപ്പാടായിരുന്നു, അപ്പൊ ഞാൻ അനുഭവിച്ചതിന്റെ പകുതി ഉള്ളൂവല്ലോ, ഈ ഒരു പേഴ്സൺ എന്തോരം അനുഭവിച്ചിട്ടുണ്ട് എന്നൊരു റിയലൈസേഷൻ നിങ്ങൾക്കുണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എല്ലാം നമുക്ക് മാത്രമാണ് കടികട്ടിയായിട്ടുള്ള ലൈഫ് കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ വേറൊരു വ്യക്തിയുടെ ലൈഫും സാഹചര്യങ്ങളും അയാളുടെ സിറ്റുവേഷൻസും അയാൾക്ക് ഉണ്ടായിട്ടുള്ള ചതികളും ചീറ്റിംഗ് എനർജിയും ഒക്കെ കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക നമ്മുടെ ലൈഫ്, നമുക്ക് യൂണിവേഴ്സ് തന്ന ലൈഫ് എന്ത് പോസിറ്റീവ് ആണ്, എന്ത് ബ്യൂട്ടിഫുൾ ആണ് എന്ന്. മേ ബി ലൈഫിന്റെ ആ ഒരു കോർ ആയിട്ടുള്ള ഹാപ്പിനെസ്സും ആ ഒരു നെഗറ്റിവിറ്റി എന്താണെന്നും ആ ഒരു സോർനെസ് എന്താണെന്നും ആ ഒരു പെയിൻ എന്താണെന്നും ഒക്കെ ഈ ഒരു കണക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നതാണ്. ഈ ഒരു പേഴ്സൺ വളരെ പോസിറ്റീവ് ആണ്, നിങ്ങളോട് ഈ ഒരു പേഴ്സൺ വളരെ ലോയൽ ആണ്, ജെനുവിൻ ആണെങ്കിൽ പോലും ബിക്കോസ് ഓഫ് ദിസ് സൈക്കിൾ, നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിലെയും സൈക്കിൾ കാരണം നിങ്ങൾക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ കാരണമായിരിക്കും നിങ്ങൾക്ക് വേദന ഉണ്ടാവുന്നതെങ്കിൽ പോലും നിങ്ങളുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കും. ഓക്കെ, പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഏറെക്കുറെ കർമാസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ആരൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ചതെന്നും, ആരൊക്കെ നിങ്ങളുടെ ഗുണം ചിന്തിക്കുന്നുണ്ടെന്നും, ആരൊക്കെ നിങ്ങളുടെ ദോഷം ചിന്തിക്കുന്നുണ്ട് എന്നുള്ള റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ഹൈ പ്രീസ്റ്റസ് എനർജി, ഇൻട്യൂട്ടീവ് എനർജി നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് വളരെ നല്ല കോൺവെർസേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സംസാരം, അതായത് നിങ്ങൾ ഒത്തിരി സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും, ഫോണിലൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും സംസാരിച്ചായിരിക്കും നിങ്ങൾ പരസ്പരം ഹീലാവുന്നത്. നിങ്ങൾ ഹീലാവുന്നതോടൊപ്പം നിങ്ങളുടെ പേഴ്സണും ഹീലാവുന്നുണ്ട്. നിങ്ങളുടെ ഒത്തിരി സൈക്കിൾസ്, ഒത്തിരി സ്റ്റോറീസ് ഈ ഒരു പേഴ്സണുമായിട്ട് പങ്കുവെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. ആ ഒരു പേഴ്സന്റെ ജീവിതത്തിലെ സൈക്കിൾസും നിങ്ങളുടെ ജീവിതത്തിലെ സൈക്കിൾസും നിങ്ങൾക്ക്
ഒത്തിരി സംസാരിക്കാനുള്ളത് പോലത്തെ എനർജി നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞു തീർക്കാം. അതായത് ഈ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു പേഴ്സണോട് പറയുന്നുണ്ട്. ആ ഒരു നർച്ചറിങ് ഇഫക്റ്റിലേക്ക് നിങ്ങൾ ഈ ഒരു പേഴ്സൺ കാരണം വീഴുന്നതായിട്ട് കാണുന്നുണ്ട്. ലൈഫിന്റെ വേറൊരു സോണിലേക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതുവരെ നിങ്ങൾ ആ ഒരു ഫ്രീക്വൻസിയിൽ വീണിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകുന്നത് തന്നെ കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. ആ ഒരു പേഴ്സണുമായിട്ട് സംസാരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഹീൽ ആവാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ഒരു പൈലാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഒത്തിരി ഹീൽ ആവാനുണ്ട്, നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഒത്തിരി ഹീൽ ആവാനുണ്ടെന്നാണ്. അത് ഇതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവെഞ്ചറിൻ ക്രിസ്റ്റൽ സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റിന് പോകണമെങ്കിൽ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റിന് പോകാൻ വേണ്ടി, ഈവൻ നിങ്ങളുടെ പാർട്ട്ണറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവെഞ്ചറിൻ ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും ഏകദേശം മിററിംഗ് എഫക്റ്റ് ആണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിത സാഹചര്യം ഏകദേശം ഓക്കെയാണ്, ഒരുമിച്ചാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ വരുന്ന ഒരു പേഴ്സൺ മോർ ഓവർ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കാൾ ഒരു പടി കൂടുതൽ, ഒരു സൈക്കിൾ കൂടുതൽ അനുഭവിച്ച വ്യക്തിയാണത്. ആൻഡ് പൂർണ്ണമായും നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ ദ വൺ ട്രൂ ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. അതുപോലെ തന്നെ പ്രസന്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് വലിയ സിറ്റുവേഷൻ ആണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ ഒരു പേഴ്സന്റെ ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ജസ്റ്റ് ഐ മിസ് യു എന്നൊരു നോട്ടിഫിക്കേഷൻ പോലും നിങ്ങളെ ഹീൽ ചെയ്യിപ്പിക്കും. അത്രത്തോളം ഒരു പവർഫുൾ എനർജിയാണ് നിങ്ങളുടെ ട്രൂ ലവിലുള്ളതെന്ന് കാണുന്നത്. ആൻഡ് ഈവൻ ഇവർ എത്ര തന്നെ നിങ്ങൾക്ക് അവൈലബിൾ അല്ലാതിരുന്നാലും ജസ്റ്റ് ഇവരുടെ ഒരു ഹായ് ബൈ മെസ്സേജ് പോലും, അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ്, അല്ലെങ്കിൽ ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് പോലും നിങ്ങളുടെ ആ ഒരു ദിവസത്തെ സൂപ്പർ ആക്കാൻ സഹായിക്കും എന്ന വൈബ്രേഷൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുണ്ട്, ഈ ഒരു വൈബ്രേഷനായിട്ട് മാച്ച് ചെയ്യുന്നൊരു പേഴ്സൺ ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാതിരിക്കുക. ബിക്കോസ് നിങ്ങളുടെ മുറിവുകളിൽ മരുന്ന് തേക്കാൻ കേപ്പബിൾ ഉള്ള കൈൻഡ് ഓഫ് രീതിയിലുള്ള ശബ്ദവും കമ്മ്യൂണിക്കേഷൻ എനർജിയും ഉള്ള ആളാണ് ഈ ഒരു നിങ്ങളുടെ ട്രൂ ലവ് എന്ന് പറയുന്നത്. യൂഷ്വലി എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓക്കെയാണ്, സോഫ്റ്റ് ടോൺഡാണ്. പക്ഷേ ഈ പേഴ്സണെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഭയങ്കര വേദനാജനകമായിട്ടുള്ള വാക്കുകളായിരിക്കും ഈ ഒരു പേഴ്സൺ നമ്മുടെ അടുത്ത് പറയുന്നത്. ആൻഡ് നമുക്ക് തന്നെ തോന്നും ഇങ്ങനെയൊക്കെ ഒരാൾക്ക് സംസാരിക്കാൻ സാധിക്കുമോ എന്ന രീതിയിൽ തോന്നും. അതുകൊണ്ട് ഈ ഒരു പേഴ്സണെ വയലന്റ് ആക്കാതിരിക്കുന്നതാണ് നല്ലത്. യെസ്, ഇയാളുടെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ മുറിവുകൾക്ക് മരുന്ന് പുരട്ടുന്ന പോലെ തന്നെയാണ്. പക്ഷെ ഓപ്പോസിറ്റ് ഈ ഒരു പേഴ്സണെ നമ്മൾ നെഗറ്റീവ്ലി ഇമോഷണലി ടോർച്ചർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് മുറിവുണ്ടാക്കാനും ഇയാളുടെ വാക്കുകൾ ഷി അവർ ഉപയോഗിക്കും എന്ന് കാണുന്നുണ്ട്. സോ സൂക്ഷിക്കുക. ആൻഡ് നിങ്ങളും തിരിച്ച് അതുപോലെ തന്നെ അവർ ഉപദ്രവിക്കാനുള്ള കൈൻഡ് ഓഫ് എനർജിയിലുണ്ട് നിങ്ങളും. കാരണം കുഞ്ഞിലെ തൊട്ട് ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. സോ നിങ്ങൾ പറയുന്ന വാക്കുകളും പലപ്പോഴും അവരെ വേദനിപ്പിക്കും. നിങ്ങൾ രണ്ടുപേരും മിററിംഗ് എഫക്റ്റ് ആണുള്ളത്. അതുപോലെ എനിക്ക് മനസ്സിലാവും നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ സെയിം പ്രൊഫഷനിലുള്ള വ്യക്തികളായിരിക്കാം. മേ ബി നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫീൽഡ് വർക്കിനിടയിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കാം ഈ ഒരു പേഴ്സണെ പരിചയപ്പെട്ടിട്ടുണ്ടാകും. മോറോവർ നിങ്ങൾ രണ്ടുപേരും സെയിം ഫ്രീക്വൻസിയിലാണ് വരുന്നത്. അതായത് ഇയാള് ഈ ഒരു പേഴ്സൺ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമോ അതേ കൈൻഡ് ഓഫ് രീതിയിലുള്ള ഇമ്പാക്ട് നിങ്ങൾക്ക് തിരിച്ചും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളിലൂടെയും അത്രത്തോളം രൂക്ഷമായിട്ടുള്ള എനർജി വരുന്നുണ്ട് എന്നതാണ്. സോ നിങ്ങൾ രണ്ടുപേരും കൈൻഡ് ഓഫ് ഫൈറ്റിംഗ് സ്പിരിറ്റ്സ് ആണ്. തുടക്കത്തിലേ പറഞ്ഞ പോലെ തമ്മിത്തല്ല് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ തല്ലാതെ പിണങ്ങി മാറി ജീവിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലവ് ജേണി പലപ്പോഴും സോഫ്റ്റ് ആയിരിക്കും, പലപ്പോൾ റൂഡ് ആയിരിക്കും, പലപ്പോൾ ചിലപ്പോൾ ഭയങ്കര മോശമായിരിക്കും. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പേഴ്സന്റെ ഉള്ളിലെ എനർജി ജെന്യുവൻ ആണ്. ഈ ഒരു പേഴ്സൺ നിങ്ങൾ ട്രൂ ലവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സാഹചര്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. ആൻഡ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സംസാരിച്ച് വീഴ്ത്തുന്ന കൈൻഡ് ഓഫ് എനർജിയാണ് എനിക്ക് കാണുന്നത്. ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ, ഈ ഒരു പേഴ്സണുമായിട്ട് പിന്നെയും നിങ്ങൾക്ക് കണക്ട് ആവാനുള്ള സാധ്യതകൾ ഉണ്ടാകും. ഈസി അല്ല ഈ ഒരു പേഴ്സന്റെ വഴി പിടിക്കുക എന്നത്. പക്ഷെ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് കാണിക്കുന്നത്. കുറച്ചൊക്കെ റൂഡ് ആയിരിക്കും, കുറച്ചൊക്കെ ഹിറ്റ്ലർ കൈൻഡ് ഓഫ് മോഡാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ പോലും കണക്ഷൻ എന്ന് പറയുന്നത് വർത്ത് ആണ്. കണക്ഷൻ വളരെ നല്ലതാണ്. സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഷുവർലി ഗ്രീൻ അവെഞ്ചറിന് പോവുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ ഗ്രീൻ അവെഞ്ചറിന്റെ ആവശ്യം ഉണ്ടായിരിക്കും. ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും സെൻസിറ്റീവ് ആണ്, നിങ്ങൾ രണ്ടുപേരും ഫൈറ്റിംഗ് സോൾസ് ആണ്. അതായത് നിങ്ങൾ രണ്ടുപേരും ഏകദേശം സെയിം ഫ്രീക്വൻസി ആണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കത്തില്ല. ഭയങ്കര ഒരു ട്രമൻഡസ്ലി വീനസ് എനർജി നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങൾ ഒന്നിക്കുമ്പോൾ ഭയങ്കര സ്റ്റെബിലിറ്റിയും റിച്ച്നെസ്സും ഉണ്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. പക്ഷെ ഒരു ഫൈറ്റിംഗ് എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. തല്ല് മുഖ്യം ബിഗിലെ എന്നൊക്കെ പറയുന്ന പോലത്തെ എനർജി ആണ് നിങ്ങൾക്ക് കാണുന്നത്. ബട്ട്
എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലാക്കി ഓപ്പൺ ആക്കി വെക്കുക. പരസ്പരം നല്ലൊരു ഹീലിംഗ് നേച്ചർ നിങ്ങൾക്കുണ്ട്. പക്ഷെ തല്ലുണ്ടാക്കുന്ന സമയത്ത് രണ്ടുപേരും ബാലൻസ്ഡ് ആയിട്ടിരിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. ബാക്കി വൈബ്രേഷൻ ഭയങ്കര നല്ലതാണ്. ഓക്കെ, ഇതില് ഇത്രത്തോളം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്താ എന്ന് എനിക്കറിയില്ല. സോ അതറിയാനുള്ള ഈഗർനെസ് എനിക്കുള്ളതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മെസ്സേജും കൂടെ എടുത്ത് നോക്കാം. ഈ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന്. കാരണം തുടക്കം തൊട്ട് തന്നെ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ് നിങ്ങൾ ഇത്രത്തോളം സംസാരിക്കുന്നത്, വാട്ട് ഇസ് ദ കമ്മ്യൂണിക്കേഷൻ എനർജി ഹിയർ, അതുകൊണ്ട് നോക്കാം. യു ആർ സോ ഇന്നസെന്റ്, ഐ ലവ് യു. ഓക്കെ, നിങ്ങൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ വളരെയധികം ഇന്നസെന്റ് ആണ് എന്ന രീതിയിൽ അവര് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കാർഡ്സ് ഒത്തിരി ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. ഐ വിൽ മാരി യു, പ്ലീസ് വെയിറ്റ് ഫോർ മീ. ഓക്കെ, നിങ്ങൾ വിവാഹം കഴിക്കണം എന്നുള്ള താല്പര്യം ഇവർക്ക് ഭയങ്കര കൂടുതലാണ്. I want to tell you something. Yes, I am jealous for you. Okay. Twin flame. Wow. Can you please hug me? ഒത്തിരി മെസ്സേജസ് ചുമ്മാ വന്നുകൊണ്ടിരിക്കുകയാണ്. I know that you love me and I love you too. Okay. I want to reach out. അതായത് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പേടിയാണ്. എപ്പോഴും നിങ്ങളെ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, വാവ്. ഈ പേഴ്സൺ എന്ന് പറയുന്നത് സ്പീഡിൽ സംസാരിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. ഐ ലവ് യു ബേബി. ഓക്കെ, ഐ പ്രിറ്റൻഡ് ഐ ഡോണ്ട് കെയർ. യെസ്, എപ്പോഴും അവർ നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കും. പക്ഷെ ചിലപ്പോഴും നിന്റെ ആവശ്യം എനിക്കില്ല കൈൻഡ് ഓഫ് മോഡിലേക്ക് നിൽക്കുന്നു. ഐ ലുക്ക് ഫോർ യു എവറിവെയർ. യെസ്, നിങ്ങളെ ഇവർ സ്പൈ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ സോഷ്യൽ മീഡിയ എപ്പോഴും ചെക്ക് ചെയ്യും, നിങ്ങളുടെ DP എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും ഈ ഒരു പേഴ്സൺ. ആൻഡ് ഫാസ്റ്റ് എനർജി. ഓക്കെ, ആർ യു തിങ്കിങ് അബൌട്ട് മീ? യെസ്, ഈ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളെ കുറിച്ചാണ് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നിങ്ങളെ കുറിച്ച് തന്നെയാണ് തിങ്ക് ചെയ്യുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇത്രയൊക്കെ ഞാൻ മെസ്സേജ് ചെയ്താൽ എനിക്ക് തിരിച്ച് ടെക്സ്റ്റ് ചെയ്യോ, ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും, ഫ്രീ ആണോ എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഫൈറ്റിംഗ് എനർജി ഭയങ്കരമാണ്. നിങ്ങൾ കുറച്ച് പേഷ്യന്റ് ആണെന്നാണ് അവർ വിചാരിക്കുന്നത്, പക്ഷെ സത്യത്തിൽ അവരാണ് കുറച്ച് പേഷ്യന്റ് ആവേണ്ടത്. ഐ ലവ് യു അൺകണ്ടീഷണലി. ഐ കാൻ ഷെയർ യു, ഐ കാൻ റീപ്ലേസ് യു, ഐ കാൻ കമ്പയർ യു. അതായത് മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല, മറ്റൊരു വ്യക്തിക്ക് പങ്കിടാൻ സാധിക്കില്ല, നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാളെ ഇരുത്താൻ സാധിക്കില്ല എന്നുള്ള കൈൻഡ് ഓഫ് എനർജിയാണ്. ആൻഡ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഹോം സ്വീറ്റ് ഹോം പോലത്തെ ഫീലിംഗ് ആണ്. ഈ കണക്ഷനിൽ അയാൾക്ക് സ്റ്റെബിലിറ്റി വേണം, അവർക്ക് സ്റ്റെബിലിറ്റി വേണം എന്നാണ് എനിക്ക് തോന്നുന്നു. അവർ വളരെയധികം എക്സൈറ്റഡ് ആണ് നിങ്ങളുടെ കണക്ഷനിൽ. നിങ്ങൾ അവരുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരെന്ന് പറയുന്നത് നിങ്ങളുടേതാണ് എപ്പോഴും, എല്ലായ്പ്പോഴും, ഇപ്പോഴും, കഴിഞ്ഞ ജന്മത്തിലും മുൻ ജന്മത്തിലും ഇനി വരാൻ പോകുന്ന ജന്മത്തിലും ഒക്കെ അവർക്ക് നിങ്ങളുടേതായിരിക്കണം എന്നാണ് ആഗ്രഹം. നിങ്ങളുടെ എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അവരുടെ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറെഡി നിങ്ങളുടെ കണക്ഷന്റെ എനർജി വളരെ പോസിറ്റീവ് ആണെന്ന് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഐ വോണ്ട് ടു മാരി ആൻഡ് ഹാവ് 2 kids. ഇറ്റ്സ് മൈ ഡ്രീം. ഒത്തിരി സങ്കല്പങ്ങളോടുകൂടിയും ഒത്തിരി പോസിറ്റിവിറ്റിയോടുകൂടിയും ജീവിക്കുന്ന ഒരു പേഴ്സണാണ്. അതുപോലെ നിങ്ങളെക്കുറിച്ച് ഐ കാൺ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട്. നിങ്ങളെക്കുറിച്ച് എപ്പോഴും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജി നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. യു ആർ മൈ സോൾമേറ്റ്. യെസ്, ഓക്കെ, യു ആർ സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, ഹിയർ യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ കേൾക്കുക. ഐ വിഷ് യു വെയർ മൈൻ. ഐ വോണ്ട് ടു ഡേറ്റ്. ഓക്കെ, വാവ്. കണ്ടോ, ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ എത്ര ദൂരെയാണെങ്കിലും നിങ്ങളുടെ എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നു. ലവ് യുവർ ലിപ്സ്, ഫിസിക്കലി അട്രാക്റ്റഡ് ആണ്. പ്ലീസ് ഗൈഡ് us. ഐ സീ ഇൻ മൈ ഫ്യൂച്ചർ. എന്റെ ഭാവിയിൽ നിന്നെ കാണുന്നുണ്ട്. ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്. ഐ വിൽ ബി ബാക്ക് സൂൺ. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഓക്കെ, സംടൈംസ് ഐ സ്റ്റേ awake and think of you. ഓക്കെ, ഐ ക്രൈ ഫോർ യു. ഭയങ്കരമായ ഒരു അഡിക്റ്റീവ് എനർജിയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. സ്വഭാവം ചിലപ്പം വളരെ മോശമായിരിക്കാം, ഭയങ്കര റൂഡായിരിക്കാം. ബട്ട് ബോട്ടം ഓഫ് ദ ഹാർട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങൾ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആണ്, നിങ്ങൾ വളരെയധികം അഡിക്റ്റഡ് ആണ്. ആൻഡ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയങ്കര ഒരു ഷേക്കിംഗ്, ഒരു ഷിവറിങ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ട്രൂ ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി ലക്കിയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് നിർത്താൻ തോന്നുന്നില്ല, പിന്നെയും വായിക്കാനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് നമുക്ക് സമയപരിമിതികളുണ്ട്, അതുകൊണ്ടാണ്.
സോ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഫർദർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ക്രിസ്റ്റൽ എക്സസറീസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റോൺ സെൻസ് എലഗൻസ് എന്ന സൈറ്റിൽ പോയി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കിയുള്ള ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.